നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ അടവി കുട്ടവഞ്ചി സവാരിക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് മൈലപ്പുറയുള്ള വൈറൽ നാരങ്ങ വെള്ളക്കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ നിർത്താൻ പോകാമെന്നാണ് പറഞ്ഞത്. ചേട്ടന് മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. കാരണം ചേട്ടൻ പറയും തീരുമാനമായിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ കട പുതിയത് എവിടെയാണ്? ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ഡേറ്റ് ഉണ്ടാകും. നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചു, കിടുക്കാച്ചി നാരങ്ങ വെള്ളം. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ നല്ല ഫുഡൊന്നും കിട്ടുന്ന കടയില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇല്ല. ഓൺലൈനായിട്ട് മാത്രമേ പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റൂ. 600 രൂപയാണ് ഒരു കുട്ടവഞ്ചിയുടെ റേറ്റ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്. അപ്പം അവിടെ സ്നാക്സും ടീയും മാത്രമേ ഉണ്ടാവൂ മിക്ക സമയത്തും. അവിടെ ബോട്ടുകളും പഴയ കുട്ടവഞ്ചികളും പുതിയതുണ്ടാക്കാനുള്ളതൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ചരിത്രമാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. നിർദ്ദേശങ്ങളും എല്ലാം എഴുതി വെച്ചേക്കുന്ന ബോർഡുകളുണ്ട്. ഒരു പത്തനംതിട്ടക്കാരനായിട്ട് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ വന്നില്ലാണെങ്കിൽ ഒരു വലിയ നഷ്ടമാണ്. എന്തൊരു കിടിലൻ വ്യൂ ആണെന്നറിയാം. നല്ല നല്ല ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി മഞ്ചേക്കാം. അപ്പോൾ അവിടുന്ന് ഗാർഡ് നമുക്കെല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ തരും. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അപ്പോൾ ഈ വഞ്ചിയിൽ കയറുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ അതിൻ്റെ വെളിയിലുള്ള ഇതുപോലുള്ള സ്ഥലത്ത് വെറുതെ ഇട്ടിട്ട് വേറെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വഞ്ചിയിൽ കയറാൻ പോകും. കറക്കോ അങ്ങനെ നമ്മൾ വള്ളത്തിൽ കയറി നമ്മൾ പയ്യെ യാത്ര തുടങ്ങാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു നമ്മുടെ വള്ളം തുഴയുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നല്ല കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്തോട്ട് നമ്മൾ പോവാണെങ്കിൽ ഒരു ചോദ്യം, കാഴ്ചയുള്ളവർക്കും കാഴ്ചയില്ലാത്തവർക്കും കാണാൻ പറ്റുന്ന സാധനം. അങ്ങനെ സിബിയാണിൻ്റെ ചോദ്യവും ചീറ്റിപ്പോയി. നമ്മളെ ഒരു അരമണിക്കൂറോളം അതിനകത്തൂടെ
അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയതിന് ശേഷം നമ്മുടെ ഇത് തീർന്നു. നമ്മൾ എന്നിട്ട് ഇറങ്ങി ഇനി നേരെ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ്. ഓക്കെ, അങ്ങനെ കുളിയും കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് പത്തനംതിട്ടയുള്ള ഒരു കടയിൽ കയറി അവിടുന്ന് ഡിന്നറിനുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത്.